ഹായ് ഗൈസ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ എന്താ നോക്കാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പലരും അതൊന്നും അറിയുന്നില്ല എന്ന് തോന്നുന്നു. അഹമ്മദാബാദിലെ ഫ്ലൈറ്റ് ആക്സിഡൻറ്റ് സംഭവിച്ചു. വളരെ നിരാശകരമായിട്ടൊരു സംഭവമാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ കേരളത്തിൽ നിന്ന് ഒരു തഹസിൽദാർ, ആലോചിച്ച് നോക്കണം, ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്, തികച്ചും വംശീയമായും അതേപോലെ തന്നെ ജാതിൻ്റെ പേര് പറഞ്ഞ് അതേപോലെ തന്നെ എന്താ പറയുക, നമുക്ക് പറയാൻ പറ്റില്ല, അത്രയ്ക്ക് മോശമായിട്ടുള്ള ഓരോ പോസ്റ്റുകൾ ഇടുക, അത് മരിച്ചുപോയ ഒരാളെക്കുറിച്ച്. ഇവന് തക്കതായ ശിക്ഷ കിട്ടിയിട്ടുണ്ട്, അത് നമ്മൾ പറയും കേട്ടോ. തക്കതായ ശിക്ഷയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇവൻ്റെ പേര് ഞാൻ പറയാം, പവിത്രൻ എന്നാണ്, പവി എന്നാണ് പേര്. ഓക്കെ. ആരെക്കുറിച്ചാണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ രജിത എന്ന് പറഞ്ഞിട്ട് ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവരെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഇവർ ഈ അഹമ്മദാബാദ് പ്ലെയിൻ ക്രാഷിൽ മരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഓക്കെ. ഇതിൻ്റെ ഒരു ന്യൂസ് കട്ടിങ്സ് ഉണ്ട്. ഞാൻ അതൊന്ന് കേൾപ്പിച്ചു തരാം. ഓക്കെ. അത് കേൾപ്പിച്ചിട്ട് നമുക്ക് ബാക്കി ഈ ഒരു പന്ന മോനെ കുറിച്ച് നമുക്ക് വെടിപ്പായിട്ട് തന്നെ വേണതാക്കാം. ഓക്കെ. നമുക്ക് നേരെ ആ വീഡിയോയ്ക്ക് പോകാം. അത് കണ്ടിട്ട് നമുക്ക് ബാക്കി പറയാം. കാരണം ഇവനെക്കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. കാരണം ഇവൻ്റെ ഫേസ് അടക്കം ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. എക്സ്പോസ് ചെയ്യണം, ഇങ്ങനത്തെ ഉള്ള ഡാഷുകളെയാണ് എക്സ്പോസ് ചെയ്യേണ്ടത്. ഇപ്പോൾ തിരികെ ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഒരു ആളുകളുടെ മനസ്സ് എത്രമാത്രം ദുഷിച്ചു പോകും ചില ഘട്ടങ്ങളിൽ. ഇത്തരം ഘട്ടങ്ങളിൽ ഏത് നിലയിൽ എത്ര മോശമായി മനുഷ്യൻ ചിന്തിക്കുമെന്നൊക്കെ സൂചിപ്പിക്കുന്ന ഒരു ഉദാഹരണം. അത് സാമൂഹിക മാധ്യമങ്ങളിൽ കുറേ അധികം സമയമായി ഇങ്ങനെ ആളുകൾ പങ്കുവെച്ച് വിമർശിച്ച് ധാർമ്മിക രോഷം കൊണ്ടുവരുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഒരു നടപടി ഉണ്ടായിട്ടുണ്ട്. അഹമ്മദാബാദ് ആകാശ ദുരന്തത്തിൽ മരിച്ച രഞ്ജിതെ നമ്മുടെ നാട്ടുകാരിയാണ്, നമ്മുടെ സഹോദരി എന്നാണ് മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചത്. അവരെ ജാതീയമായി അപമാനിച്ചിരുന്നു ഒരു ഡെപ്യൂട്ടി തഹസീൽദാർ. ഈ തഹസീൽദാർക്ക് മറ്റാരെങ്കിലും സാധാരണക്കാരാണെങ്കിൽ പോലും അത് നമുക്ക് ഒരു തരത്തിലും വെച്ച് പുറപ്പിക്കാൻ കഴിയാത്തതാണ്. ഇതിപ്പോൾ ഒരു ഡെപ്യൂട്ടി തഹസീൽദാറാണ്. കാസർഗോഡ് വെള്ളരിക്കുണ്ട് താലൂക്ക് ഡെപ്യൂട്ടി തഹസീൽദാർ പവിത്രനാണ് ഫേസ്ബുക്ക് വഴി രഞ്ജിതയെ അപമാനിച്ചത്. അസഭ്യം നിറഞ്ഞ, ഉപയോഗിക്കാൻ പാടില്ലാത്ത ഭാഷയാണ് ഈ തഹസീൽദാർ ഉപയോഗിച്ചിരുന്നത്. അനുശോചന പോസ്റ്റിന് താഴെയായിരുന്നു ഈ ഡെപ്യൂട്ടി തഹസീൽദാർ വന്ന അശ്ലീല കമന്റ് ഇട്ടത്. ഫൈസൽ ചേരുന്നു വിവരങ്ങളുമായി. ഫൈസലെ പറയും. അത് തന്നെയാണ്. ഇദ്ദേഹം ഒരു അശ്ലീല പോസ്റ്റ് ചെയ്യുകയായിരുന്നു, ഇങ്ങനെ കമന്റുകൾ ഇടുകയായിരുന്നു. ആദ്യം ഇദ്ദേഹം തന്നെ ഈ വിമാനത്തിൽ അനുശോചനം അറിയിച്ചുകൊണ്ട് ജാതീയമായി അധിക്ഷേപിക്കുന്ന തരത്തിൽ ഈ രഞ്ജിതയ്ക്കെതിരെ പോസ്റ്റ് ഇടുന്നു. അതിനുശേഷം അതിന് വന്ന താഴത്തെ കമന്റ് അശ്ലീലമായി ആക്ഷേപിക്കുന്ന തരത്തിലുള്ള കമന്റുകൾ വരുന്നു. അങ്ങനെയാണ് ഇത് വ്യാപകമായി ഒരു പ്രതിഷേധത്തിന് ഇടയാക്കുന്നത്. ഇദ്ദേഹത്തിനെതിരെ നിരവധി പരാതികൾ അങ്ങനെ മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് ഓൺലൈനായും മറ്റും നിരവധി സംഘടനകളും ഒക്കെ നൽകുന്നത്. ഇയാള് കുറെ കാലമായി അവിടെ പ്രവർത്തന നിരതനാണോ, അല്ലെങ്കിൽ ഈ സർവീസിലുണ്ടോ? മറ്റു പരാതികളൊന്നും ഉണ്ടായിട്ടില്ല? സ്ഥിരം കുഴപ്പക്കാരനാണോ? ഇയാൾ സ്ഥിരം കുഴപ്പക്കാരനാണ് എന്നതാണ് യാഥാർത്ഥ്യം. കാരണം ഇതിനു മുമ്പ് ഇതേപോലെ ഈ ചന്ദ്രശേഖരൻ, മുൻ മന്ത്രിയും MLA-യുമായ ഈ ചന്ദ്രശേഖരനെ ജാതീയമായി അധിക്ഷേപിച്ച പേരിൽ ഇപ്പോൾ ജില്ലാ കളക്ടർ K. ഇമ്പശേഖർ കഴിഞ്ഞ സെപ്റ്റംബറിൽ സസ്പെൻഡ് ചെയ്തു. അങ്ങനെ സസ്പെൻഡ് ചെയ്ത് ജോലിയിൽ പ്രവേശിച്ചപ്പോൾ ഒരു മാസം ആകുന്നതിന് അതിനിടയിലാണ് വീണ്ടും ജാതീയവും അശ്ലീലവുമായ കമന്റ് ഇട്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ജില്ലാ കളക്ടർ K. ഇമ്പശേഖർ ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. അല്പസമയത്തിൽ അങ്ങനെ ഉത്തരവ് ഇനി പുറത്തിറക്കുമെന്നാണ് കളക്ടർ അറിയിച്ചിരിക്കുന്നത്. ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. നേരത്തെയും നിരവധി പരാതികൾ, ഇങ്ങനെ ജാതീയമായി അധിക്ഷേപിക്കുന്ന നിരവധി പരാതികൾ ഇയാൾക്കെതിരെ ഉണ്ടായിട്ടുണ്ട്. ഇദ്ദേഹം ഒരു SC വിഭാഗത്തിൽപ്പെടുന്ന ഒരാളാണ്. പക്ഷേ ഇങ്ങനെ ഉയർന്ന ജാതിക്കാർക്കെതിരെ വളരെ താഴ്ന്ന രീതിയിൽ അധിക്ഷേപം ചോദിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റുകൾ സ്ഥിരമായി ഇടുന്നയാളാണ് എന്നതാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. നേരത്തെയും ഇങ്ങനെ ഈ സസ്പെൻഷന് പുറമെ അതിനു മുമ്പും നേരത്തെയും ഇത്തരത്തിൽ ഇയാൾക്കെതിരെ ഇത്തരത്തിലുള്ള പരാതികൾ ഉണ്ടായിരുന്നു. ഏതായാലും വ്യാപകമായ പ്രതിഷേധമാണ് ഇയാൾക്കെതിരെ ഇങ്ങനെ ജാതീയമായും ലൈംഗികമായ ചോദ്യത്തിൽ ഉണ്ടായത്. തുടർന്നാണ് ഈ വലിയ പ്രതിഷേധം തന്നെ ഉണ്ടാകേണ്ടതുണ്ട്, നടപടിയും ഉണ്ടാകേണ്ടതുണ്ട്. ഇങ്ങനെ ഒരാൾ സർവീസിൽ തുടരേണ്ടതുണ്ടോ? സർവീസ് ചട്ടങ്ങളൊന്നും നമുക്കറിയില്ല, തുടരേണ്ടതുണ്ടോ എന്ന് സർക്കാർ ആലോചിക്കുകയും ചെയ്യണം. ജാതീയമായി ഏറ്റവും വലിയ അധിക്ഷേപം നേരിടുന്ന ഒരു സമൂഹത്തിലെ ആള് എന്ന നിലയിൽ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ലാത്ത ഭാഷയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്തായാലും സ്ഥിരം കുഴപ്പക്കാരനെന്നാണ് ഫൈസൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നടപടി ഉണ്ടായിരിക്കുന്നു, സസ്പെൻഷനാണ്. ആ സസ്പെൻഷൻ മതിയോ എന്ന് തീരുമാനിക്കേണ്ടതുണ്ട്. ഇതുപോലെ ഒരു സാഹചര്യത്തിൽ ആ കുടുംബത്തോട് എല്ലാവരും ചേർന്ന് നിൽക്കുന്ന ഘട്ടത്തിൽ ഇങ്ങനെ പ്രതികരിക്കണമെങ്കിൽ അത് സാമാന്യ ബുദ്ധിയോ എന്ത് തോന്നുന്നു? ഇവിടെ കറക്റ്റായിട്ട് പറഞ്ഞത് തന്നെ, സാമാന്യ ബുദ്ധിയോ
മര്യാദയോ ഉള്ള ഒരാളല്ല. ഒരു ഉദാഹരണം പറയണമെങ്കിൽ ഒരു സൈക്കോ, അതായത് ഉയർന്ന ജാതിക്കാരെ തീരെ പിടിക്കാതെ അവരൊന്നും ജാതിൻ്റെ പേരിൽ വേർതിരിച്ച് കാണുന്ന ഒരു ചെറ്റ. പേര് പവിത്രൻ എന്നാണ് ഫുൾ പേര് എന്ന് എനിക്ക് തോന്നുന്നു. എന്താ അനന്തശ്വരമോ അങ്ങനെ എന്തൊക്കെയാണ് അവൻ്റെ പേര്. പവി എന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റിൽ കണ്ടിട്ടുള്ളത്. പവിത്രൻ എന്നാണ് ഞാൻ പല ഇതിലും കണ്ടത്. ഓക്കെ, സോ ഇങ്ങനെ അധിക്ഷേപിക്കണം എന്നുണ്ടെങ്കിൽ, സോ ഇതിൽ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോസ്റ്റിൻ്റെ ഒരു ചുരുക്കി ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, എനിക്ക് പറയാൻ താല്പര്യമില്ല കാരണം അത്രയും മോശമാണ്. കാരണം ഒരു നായർ സ്ത്രീ, അവർക്ക് ചില ചട്ടങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അനുസരിച്ച് ജീവിക്കണ്ടേ. അതേപോലെ തന്നെ വലിയ സാധനം നാട്ടിലുള്ള സാധനം പോരാഞ്ഞിട്ട് വലിയ സാധനം തേടി പുറത്തേക്ക് പോയല്ലോ എന്ന്. അപ്പോൾ അവൾക്ക് കിട്ടും, അവൾക്ക് കിട്ടേണ്ടത് കിട്ടി. ഇതാണ് ഈ ഒരു മോൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ ഇതിൽ ഒരുപാട് കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട്. സോ മുഖ്യമന്ത്രിക്കായാലും അതേപോലെ തന്നെ അവിടുത്തെ കളക്ടർക്കായാലും എല്ലാവർക്കും നല്ലോണം കംപ്ലൈൻറ്റ് പോയിട്ടുണ്ട്. സോ ഇപ്പോൾ ഇതിലുണ്ടായിട്ടുള്ളതെന്ന് പറയുന്നത് സസ്പെൻഷനാണ്. സോ ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്നതിൻ്റെ കുറച്ച് മുമ്പാണ് ഞാനൊരു പോസ്റ്റ് കണ്ടത്, കളക്ടർ ഉത്തരവിട്ടിരിക്കണു സർവീസിൽ നിന്ന് പിരിച്ചുവിടാൻ. സോ എന്തുകൊണ്ടും നല്ലൊരു തീരുമാനം. കാരണം ഇങ്ങനത്തെ ഡാഷ് മോന്മാരെയൊന്നും ഒരിക്കലും സർവീസിൽ, അതായത് ഗവൺമെൻറ് ജോബ് ആവശ്യമില്ല. സോ അവൻ അങ്ങനെ പോസ്റ്റ് ഇട്ട് ജീവിക്കട്ടെ. എന്തിനാണ് അവന് ഗവൺമെൻറ് നമ്മളെ സാധാരണക്കാരിൽ നിന്ന് പിരിച്ചു കൊടുക്കുന്ന പൈസ ശമ്പളമായിട്ട് എന്തിനാണ് അവന് കൊടുക്കേണ്ട ആവശ്യം? നമ്മൾ ടാക്സ് അടയ്ക്കുന്ന പൈസയാണ് അവൻ നണ്ണിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് അതിൻ്റെ ആവശ്യമുള്ളത്? അതിൻ്റെ ഒരു ആവശ്യമില്ല. സോ മെയിനായിട്ട് അവനെ പിരിച്ചു വിട്ടു. ഓക്കെ, പിരിച്ചു വിടുക, നാട്ടുകാരെ കയ്യിൽ നിന്ന് നല്ല ചെപ്പ നോക്കി അടിക്കണ പോലെയാണ്. എന്നാൽ പിന്നെ ഞാൻ അവൻ്റെ വായ തുറക്കില്ല. നാട്ടുകാർ കയ്യിൽ നിന്ന് ചെപ്പടിച്ച്, അവൻ കാസർഗോഡ് എന്താണെന്നാണ് തോന്നുന്നത്, കറക്റ്റ് എവിടെ സ്ഥലം അറിയില്ല, കാസർഗോഡാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഓക്കെ, സോ നാട്ടുകാരിൽ നിന്ന് ചെപ്പടിച്ച് കിട്ടണ പോലെ നല്ലോണം കിട്ടണം, ഇല്ലേ സ്വന്തം വീട്ടുകാരിൽ നിന്ന് കിട്ടണം. ഇവനൊരു SC ST അങ്ങനെ എന്തോ ഒരു വിഭാഗത്തിൽ പെട്ടതാണ്. ഇവന് ഉയർന്ന ജാതിയിലുള്ളവരെ പിടിക്കുന്നില്ല, അതാണ് മെയിൻ പ്രശ്നം. സോ എന്തുകൊണ്ടാണെന്നൊന്നും അറിയില്ല, ഒരു സൈക്കോ ആയിരിക്കും, അതുകൊണ്ടായിരിക്കും. കാരണം നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ ഇപ്പോൾ ജാതി അങ്ങനെ പറയണ കേൾക്കലില്ല, ഞാൻ കേൾക്കലില്ല. ജാതി പറയണ കേൾക്കല്ലോ സർട്ടിഫിക്കറ്റിലും അങ്ങനെ ഇങ്ങനെയൊക്കെ അതല്ലേ മറ്റേ പഠിക്കാൻ പോകുമ്പോഴൊക്കെയാണ് ഞാൻ കേൾക്കൽ. അല്ലാത്തതിലും നമ്മൾ ഇപ്പോൾ കടയിൽ പോകുമ്പോൾ നീ ഏതാടാ ജാതി, നീ സാടുന്ന ജാതിയാണ്, നിനക്ക് സാധനം തരൂല എന്നൊന്നും നമ്മളങ്ങനെയൊന്നും പറയലൊന്നുമില്ല. അങ്ങനെയൊന്നും ഞാൻ കേൾക്കലുമില്ല. സോ ഇവനൊരു ഡെപ്യൂട്ടി തഹസിൽദാറാണ്, അതായത് തഹസിൽദാറിൻ്റെ അസിസ്റ്റൻ്റ് ആ ഒരു ഇത് വരും. ഓക്കെ, സോ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്. അവൻ്റെ ഒരു നിലവാരം പുലർത്താതെ ഇങ്ങനെ പരാമർശങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നാട്ടുകാർ കൈ വെക്കന്നെ ചെയ്യും. പിന്നെ അതും ഒരു മരിച്ച ആളെ തീരെ ബഹുമാനിക്കാതെ അവർക്ക് അനുശോചനമായിട്ട് ഇട്ട പോസ്റ്റിൻ്റെ അടിയിലാണ് ഇത് പോയിട്ടിട്ടുള്ളത്. അപ്പോൾ അവൻ്റെ ഒരു മൈൻഡൊന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക്, എത്ര സൈക്കോ ആണെന്നുള്ളത്. പിന്നെ ഇത് ആദ്യത്തെ അല്ല, രാജീവ് ചന്ദ്രശേഖറിനെതിരെയും ഇത് വംശീയമായിട്ട് അവൻ ജാതിൻ്റെ പേരും പറഞ്ഞിട്ട് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആദ്യത്തെ ഒന്നുമല്ല, ഒരു പ്രാവശ്യം സസ്പെൻഷൻ കഴിഞ്ഞ് ഇറങ്ങിയിട്ടേ ഉള്ളൂ, 1 മാസം കണ്ട് ആയിട്ടേ ഉള്ളൂ. അപ്പോഴേക്കന്നെ അവൻ അടുത്ത പണി ഒപ്പിച്ചു. എന്തായാലും ഇവനെ സർവീസിൽ നിന്ന് പിരിച്ചു വിടുകയാണെന്നുണ്ടെങ്കിൽ അതെന്തായാലും നല്ലൊരു തീരുമാനമായിട്ട് തന്നെ ഞാൻ പറയുള്ളൂ. കാരണം ഇങ്ങനത്തെ മോനെയൊന്നും സർക്കാർ ഉദ്യോഗസ്ഥയിൽ വെക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് കേരളത്തിലെ ജനങ്ങൾക്ക് ഇങ്ങനത്തെ പോലെയുള്ള പര താഴ്ന്ന ബാക്കിയും പറയില്ല, അങ്ങനത്തെ മോന്മാരെയൊന്നും നമുക്ക് ആവശ്യമില്ല. കാരണം ഇവൻ ഇപ്പോൾ ഇതിലുണ്ട് എന്നുണ്ടെങ്കിൽ നാട്ടുകാർക്ക് ഒരു ഉപകാരം ഉണ്ടാവില്ല അവനെക്കുറിച്ച്. സീരിയസ്ലി പറയാം, നാട്ടുകാർക്ക് ഇവനെക്കുറിച്ച് ഒരു ഉപകാരം ഉണ്ടാവില്ല ഇവനെ കൊണ്ട്. പിന്നെ എന്തിനാണ് ഇവൻ സർവീസിൽ? നീ വല്ല കൂലിപ്പണിക്കും പോയി ജീവിക്കട്ടെ, അപ്പോഴേ അവനെ അറിയുള്ളൂ. അവനിപ്പോൾ ഗവൺമെൻറ് ജോലിയിൽ നിന്ന് മാസം പണിയെടുത്തില്ലെങ്കിൽ ശമ്പളം കിട്ടുന്നുള്ള ഒരു ഇതിലാണ് അവൻ ഇപ്പോൾ ഇങ്ങനെയൊക്കെ കടന്ന് കാണിച്ചു വിട്ടത്. എന്ന് വെച്ച് കൂലിപ്പണി മോശം പണിയല്ല കേട്ടോ, കൂലിപ്പണി നല്ല പണി തന്നെയാണ്. അത് വെച്ചിട്ട് ഞാൻ ആൾക്കാർ ഇതാക്കാൻ നിൽക്കണ്ട, കൂലിപ്പണി നല്ല പണി തന്നെയാണ്. പിന്നെ മേലെ അനങ്ങി പണിയെടുത്ത് ജീവിക്കട്ടെ, അപ്പോൾ അവൻ്റെ കഴപ്പൊക്കെ നിൽക്കും.
അവനിപ്പോൾ മറ്റുള്ളവർ വിദേശത്തേക്ക് പോണതിനാണ് അവന് വലിയത്. അവന് പോകാൻ പറ്റുന്നുണ്ടാവില്ല, അതിൻ്റെ കടിയായിരിക്കും അവന്. എന്താല്ലേ ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ, എന്നും ഗവൺമെൻറ് ഉദ്യോഗസ്ഥനെ വിളിക്കാൻ പറ്റില്ല, അവനൊക്കെ പരമൊണ്ണാന്ന് വിളിക്കണം. മൊണ്ണ, വെറും മൊണ്ണയാണ്. ഓക്കെ, ഇവനെക്കുറിച്ച് റിയാക്ട് ചെയ്യണം തോന്നി, അതാണ് ഞാൻ വീഡിയോ ഉണ്ടാക്കി. എൻ്റെ പ്രതിഷേധം എനിക്ക് വീഡിയോയിലൂടെ അല്ലേ ചെയ്യാൻ പറ്റുള്ളൂ, നാട്ടുകാരുടെ അടുത്ത് പോയി പറയാൻ പറ്റില്ലല്ലോ. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതേപോലെ ആരെങ്കിലും അവൻ്റെ നാട്ടുകാരായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരെണ്ണം കൊടുക്കുക, എൻ്റെ പേരിൽ ഒരെണ്ണം കൊടുക്കുക. കാരണം അവനൊന്നും പുറത്തിറങ്ങി നടക്കേണ്ടവനല്ല. ഇത്രയും വംശീയ വേറി ഉള്ളിൽ നടക്കണ ജാതീയമായി എന്താണ് അവൻ്റെ കാഴ്ചപ്പാടും കാര്യങ്ങളൊക്കെ വളരെ വ്യത്യസ്തമാണ് നമ്മളത് സാധാരണക്കാരുടെ ഇടയിൽ. അവരെന്തായാലും അടി കൊണ്ട് തന്നെ നടക്കണം. ഓക്കെ എന്നാൽ അപ്പോൾ ഓക്കെ, ബൈ.